എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ നാട്ടിൽ വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നാട്ടിൽ സുലഭമായി കിട്ടുന്ന മുരിങ്ങയുടെ ഇല വെച്ചിട്ടുള്ള സൂപ്പാണ്. ഇത് നമുക്ക് സൂപ്പ് എന്നും വിളിക്കാം, അതല്ലെങ്കിൽ രസം എന്നും വിളിക്കാം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തമിഴ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സൂപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം ടേസ്റ്റിലാണ് കിട്ടാറുള്ളത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇച്ചിരി രസത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് പേരും ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കർക്കിടക മാസമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ കർക്കിടകം ആകുമ്പോൾ സാധാരണ മുരിങ്ങയുടെ ഇല കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം കാരണന്മാർ. ചിലവർക്ക് വയറിന് പിടിക്കാറില്ല. അതുകൊണ്ട് കർക്കിടകം ആവുന്നേക്കാളും മുമ്പായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം കഴിക്കുക കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള മുരിങ്ങയുടെ ഇല സൂപ്പ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സൂപ്പ് അതല്ലെങ്കിൽ മുരിങ്ങയില രസം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുരിങ്ങയുടെ ഇലയാണ്. അത് നമുക്ക് തണ്ടിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. ഏറ്റവും നല്ലത് തളിരിലയാണ് കേട്ടോ ഇതിന്. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി, ഒരു 2 കൈപ്പിടി മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ ഇതിൽ നിന്ന് മാറ്റി നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇല വെച്ച് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും, മൊത്തത്തിലുള്ള കുരുമുളകും, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അതായത് ക്യൂമിനും, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിയും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിലുള്ളത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മൊത്തത്തിലുള്ള മല്ലിയും കുരുമുളകും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പൊടി ചേർത്താൽ മതിയാവും. പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട, അതിന് പകരമായിട്ട് നമ്മൾ വഴറ്റുന്ന സമയത്ത് പൊടികൾ ചേർത്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയ തീയിൽ ഒരു 3 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഞാനിന്ന് മഴയില്ലാത്ത കാരണം പറമ്പിൽ ആണ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കൂട്ടുകാരനോട് പറമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ പക്ഷെ ഭയങ്കര ചൂടാണ്. ഞാനിങ്ങനെ വേർത്തൊഴുക, ഒട്ടും കാറ്റില്ല. പക്ഷേ വെയിൽ കുറേ ദിവസത്തിന് ശേഷം വെയിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും വറുത്ത് വെച്ചിരിക്കുന്ന സാധനം അഴിച്ചേച്ച് പൊടിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് തുടരാം. അപ്പോൾ നമ്മുടെ ജീരകവും കുരുമുളകും അതുപോലെ തന്നെ മല്ലിയും കൂടെ പൊടിച്ച പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനൊരു തമിഴ്നാട് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നു. അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ വരുന്ന അത്ര രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളിയാണെന്ന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കുക. ഒരു 4 ചെറിയുള്ളി എടുക്കാം. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയുടെ തണ്ടാണ്. മല്ലിയുടെ ഇലയൊന്നുമില്ല, മല്ലിയുടെ കടഭാഗമില്ലേ, കടഭാഗത്തിന് കുറച്ച് ഭാഗം മാത്രം. അതൊരു നല്ല ഫ്ലേവറാണ്. അതേപോലെ തന്നെ ഒരു പച്ചമുളക്, ഇത് 3ഉം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. അതങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നും വേണ്ട, ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നാട്ടിലൊക്കെ കിട്ടുന്ന വെളുത്തുള്ളി ആണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളിയുടെ 1/4 ഭാഗം, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 3 വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടോ? മഴ കാത്ത് വേഴാമ്പിൽ ഇരിക്കുന്ന പോലെ കുട്ടമ്പായി അവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ അതൊരു എപ്പോഴും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കുട്ടേട്ടാ അതെടുക്കുന്ന പറയുമ്പോൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പോൾ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ട്. അപ്പോൾ ആ കൂട്ടാണ് ഞാൻ അത് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് പൊടി മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് മറക്കരുതേ. ഇനി അതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പൊടിയാണെന്നുണ്ടെങ്കിൽ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് പുളി ഇഷ്ടമായതുകൊണ്ടാണ് 2 തക്കാളി എടുത്തിരിക്കുന്നത്. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്യണേ. അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് എല്ലാവരും പറയും ചേച്ചി കറക്റ്റ് പറയും. എന്താണെന്നറിയുമ്പോൾ പ്രശ്നം, ഇത് നാട്ടിൽ കിട്ടുന്ന ഉപ്പ്, ദുബായിൽ കിട്ടുന്ന ഉപ്പ്, പല സ്ഥലത്ത് കിട്ടുന്ന ഉപ്പിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരുത്തർ ഉപയോഗിക്കുന്ന അളവ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ജാൻചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛന് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം, എനിക്കും ജാനും കുറവ് മതി. മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ടിട്ട് അവസാനം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അവസാനം കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് ആവശ്യത്തിന് എന്ന് പറയുന്നതല്ലേ. എന്നിട്ട് ഒരു ശരി ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരാണ്ട് വരും, എന്നാലും ഇപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഉപയോഗിച്ച ഉപ്പിൻ്റെ അളവ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്തായാലും അത് ഉപ്പ് കൂടി കഴിഞ്ഞാൽ എന്നോട് കംപ്ലൈൻറ്റ് പറയരുത് കേട്ടോ ചങ്ങാതിമാരെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പിൻ്റെ വെള്ളമാണ്. പരിപ്പ് 2 ടേബിൾ സ്പൂൺ പരിപ്പ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൂരപ്പരിപ്പാണ് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് മറ്റേ ചെറുപയർ പരിപ്പ് എടുത്തിട്ടും ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പരിപ്പ് വെള്ളത്തിലിട്ട് എന്നിട്ട് അതങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തു കുക്കറിൽ. അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഉടച്ച് ചേർത്തിരിക്കുന്നതാണിത്. 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. ഇപ്പോൾ ഏത് പരിപ്പ് ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ അവർ പറയുന്നത് മൂങ് ദാലാണ്, അതായത് ചെറുപയർ പരിപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ തൂരപ്പരിപ്പ് എടുത്തു മാത്രം, കുറച്ച് മാത്രം മതി. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കട്ടെ ഇത്. അതിന് ശേഷം തിളച്ച് വന്ന് രുചിയൊക്കെ നോക്കിയിട്ട് അവസാനമാണ് നമുക്ക് ഇതിലോട്ടുള്ള മുരിങ്ങയുടെ ഇല, വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കേണ്ടത്. അതേസമയം അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ ഇല ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അങ്ങനെയുള്ള നിങ്ങൾക്കാണെങ്കിൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇല മിക്സിയിലിട്ടൊരു അല്പം കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. ആ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പിൻ്റെ കളർ ഒരു പച്ച കളറാവും. ഞാൻ പക്ഷെ അരയ്ക്കുന്നില്ല, മുരിങ്ങയുടെ ഇല അവസാനം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതേസമയം കുക്കറിലൊന്നും വെച്ചിട്ട് ഉണ്ടാക്കാൻ പാടില്ല. കുക്കറിലൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ്ലി പോഷക ഗുണങ്ങളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് മാത്രം മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം നന്നായി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ദുബായിലൊക്കെ ചില റെസ്റ്റോറൻറ്റിൽ നിന്ന്, തമിഴ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മീൽസ് ഓർഡർ ചെയ്യുമ്പോൾ അവർ മുരിങ്ങയുടെ സൂപ്പ് നമുക്ക് തരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ടേസ്റ്റ് തോന്നുന്നത് രസത്തിൻ്റെയാണ്. പക്ഷേ രസം എന്ന് കംപ്ലീറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ പുളി വേണം. അതായത് നമ്മൾ സാധാരണ ഒരു പുളി ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇച്ചിരി കായത്തിൻ്റെ പൊടി അവസാനം ഇട്ട് കൊടുത്താലേ രസം എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സൂപ്പ് തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ചെറിയൊരു പുളിയും ചെറിയൊരു എരിവും ഒക്കെ ഉള്ള ഒരു സംഭവമാണേ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ മറക്കരുത്. ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പായിട്ട് കുടിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ കുടിക്കും. രസമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടി ഇടും. അതുപോലെ തന്നെ കുറച്ചും കൂടെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോഴാണ് രസം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ക്ലിയർ സൂപ്പ് എന്നും പറയും, ക്ലിയർ അല്ലാത്ത സൂപ്പ്. ഇതിപ്പോൾ നമുക്ക് അരിച്ചെടുത്ത ക്ലിയർ സൂപ്പാവും, അല്ലെങ്കിൽ ഇതോടുകൂടി തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ട് ഒരുമിച്ച് കുടിക്കുന്നത് അങ്ങനെയും കുടിക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം തിളച്ചിട്ട് മുരിങ്ങയുടെ ഇല ഇട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിക്കണമൊന്നുമില്ല. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണേ. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വീണ്ടും നമുക്കൊരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഉപ്പും പുളിയും എരിവൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. നിങ്ങൾക്ക് രസമായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ സൂപ്പായിട്ടും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ രുചി നമുക്ക് നോക്കാം. ഇവിടുത്തെ നാട്ടിലെ തക്കാളിക്ക് ഇത്തിരി പുളി കുറവാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ പുളി വേണം, പക്ഷേ കുഴപ്പമില്ല. സൂപ്പാണെങ്കിൽ ഈ പുളി മതിയാവും. പിന്നെ ഞാൻ സൂപ്പൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, വിനീഗറിൽ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കില്ല, അതുപോലെ. അപ്പോൾ അത് ഇച്ചിരി എടുത്ത് ഒഴിച്ച് കഴിക്കാത്തത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്, ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവൊക്കെ കറക്റ്റാണ്. ഒരുപാട് എരിവുണ്ടെങ്കിൽ നമുക്ക് സൂപ്പായിട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത അടിപൊളിയായ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്